ആരാണ് ദൈവം? ഹൂ ഈസ് ഹി? ഈസ് എ ക്രിയേറ്റർ? ഇതിനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ഹൂ ഈസ് ഗോഡ്? ഒരു ക്വസ്റ്റ്യൻ വന്നു. ഞാൻ ഈ പറഞ്ഞ ശരീരം, മനസ്സ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന എന്തോ ആകട്ടെ, അത് ജീവനുള്ള വസ്തുവാകട്ടെ, ജീവനില്ലാത്ത വസ്തുവാകട്ടെ, ആഫ്റ്റർ ഓൾ ഈ വസ്തുതകളെല്ലാം എന്താണ്? അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ളൊരു എനർജിയാണ്. ആണോ? ഈ ശരീരത്തെ ഒരു സർട്ടൺ എക്സ്റ്റെൻ്റ് ആയിട്ടുള്ള രീതിയിലൊന്ന് ചൂടാക്കിയാൽ, അധികം ടെമ്പറേച്ചർ ഒന്നും വേണ്ട, കുറച്ചൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഈ ശരീരം ഉരുകാൻ തുടങ്ങും. ഉരുവോ? കടലേക്ക് മാറ്റം വരുമോ? ഈ ഷേപ്പിൽ നിന്ന് മറ്റൊരു ഷേപ്പിലേക്ക് പോവോ? എന്ത് മാറ്റിയാൽ മതി? ടെമ്പറേച്ചർ മാറ്റിയാൽ മതി. അപ്പോൾ ഇതൊരു എനർജി ആയതുകൊണ്ടാണ് ടെമ്പറേച്ചർ മാറുമ്പോൾ ഈ എനർജി സിസ്റ്റം മറ്റൊരു എനർജി സിസ്റ്റത്തിലേക്ക് മാറുന്നത്. ടെമ്പറേച്ചർ വീണ്ടും കൂട്ടിയാലോ ഇത് കരിഞ്ഞു പോവും, കുറച്ച് ചാരമായിട്ട് മാറും, ഇല്ലേ? അപ്പോൾ ഘടനയ്ക്ക് വ്യത്യാസം വന്നോ? ഈ ശരീരത്തിനകത്തിരിക്കുന്ന പല എനർജിയും പല എനർജി ലെവലുകളായിട്ട് പരിണമിച്ചോ? മാറിയില്ലേ? സോ ഇറ്റ്സ് എൻ എനർജി സിസ്റ്റം. ഇതുപോലെ എൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫീബിളായിട്ടുള്ള മറ്റൊരു എനർജി സിസ്റ്റമാണ് എൻ്റെ മൈൻഡ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്തുണ്ട്? ആ മാറ്ററിൻ്റെ പിന്നിൽ ഒരു എനർജി ഉണ്ട്. നമ്മൾ ഈ പറയുന്ന കട്ടിയുള്ള ഇരുമ്പ് പോലും ചൂടാക്കിയാൽ എന്ത് പറ്റും? ഉരുകും. പാറയും ഉരുകും. സോ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നത് കേൾക്കുന്നതുമായിട്ടുള്ള വസ്തുതകളെല്ലാം ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പദാർത്ഥമായിട്ട് മാറും. അതും കൂടി കഴിഞ്ഞാൽ ജസ്റ്റ് എനർജി സിസ്റ്റമായിട്ട് മാറും. അപ്പം നമുക്ക് സയൻസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം, എനർജിയെ നശിപ്പിക്കാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം? ഒന്നിനെ മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ കാണുന്നതെല്ലാം എനർജിയുടെ പല രൂപഭാവങ്ങൾ മാത്രം. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് പച്ചയായി നിൽക്കുന്നത് ഈ സസ്യം നാളെ ഉണങ്ങും, കുറച്ച് കഴിയുമ്പോൾ അത് മണ്ണിലേക്ക് ദ്രവിച്ച് ചേരും, മറ്റൊരു എനർജി ആയിട്ട് മാറും, ഇല്ലേ? സോ എല്ലാ കാര്യങ്ങളും മാറ്റത്തിന് വിധേയമാണ്. ഈ മാറ്റം എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എനർജിയാണ്. സോ ഈ എനർജിയുടെ ആകത്തുകയാണ് ഗോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ദാറ്റ്സ് ഓൾ. ഇന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു, നാളെ ഞാൻ ഒരു 50 വർഷം കഴിയുമ്പോൾ ഞാൻ പിന്നെ ഈ രൂപത്തിലായിരിക്കത്തില്ല. ഞാൻ ചിലപ്പോൾ മണ്ണിൻ്റെ രൂപത്തിലോ കല്ലിൻ്റെ രൂപത്തിലോ മരത്തിൻ്റെ രൂപത്തിലോ പൂച്ചയുടെ രൂപത്തിലോ ഒക്കെ ആയി മാറും. എന്തുകൊണ്ടാണ്? ഈ എനർജി വേറെ രീതിയിൽ കൺവേർട്ട് ആകുന്നത് കൊണ്ടാണ്. ബട്ട് ദ ടോട്ടൽ എനർജി വിൽ ബി ദ സെയിം, ഇന്നും ഇന്നലെയും നാളെയും. സോ ഈ എനർജി സിസ്റ്റത്തിനെയാണ് എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ ഗോഡ് എന്ന് വിളിക്കുന്നത്. ഇതിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്, ഇതിൽ നിന്നാണ് നിങ്ങളുണ്ടായത്. ഈ കാണുന്ന എല്ലാം ഉണ്ടായത് ആ എനർജി സിസ്റ്റത്തിനകത്തുനിന്ന്. ഫൈൻ. ഇനി എനിക്ക് എങ്ങനെ ഈ എനർജി സിസ്റ്റത്തെ എൻ്റെ പേഴ്സണലി എനിക്ക് അറിയാനും ആസ്വദിക്കാനും പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നിലിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ സ്പിരിറ്റിനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക, അതിനെ ഞാൻ ഉൾക്കൊള്ളുക, അതിനെ ഞാൻ അനുഭവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഐ ക്യാൻ എൻജോയ് ദ ഡിവൈനിറ്റി ഇൻ മീ. അതാണ് എൻ്റെ ദൈവം. അനീഷിലിരിക്കുന്ന ദൈവത്തെ ഒരു കാലത്തും എനിക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. പുറത്തിരിക്കുന്ന കൃഷ്ണനെയും എനിക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല, നബിയെ അനുഭവിക്കാൻ പറ്റത്തില്ല, കൃഷ്ണനെ അനുഭവിക്കാൻ പറ്റത്തില്ല, ജീസസ് ക്രൈസ്റ്റിനെ അനുഭവിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഔട്ട്സൈഡ് മീ. പക്ഷെ എന്നിലിരിക്കുന്ന ഈ ശരീരത്തിനകത്തിരിക്കുന്ന എനർജിയുടെ ടോട്ടാലിറ്റിയെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാനും ആസ്വദിക്കുവാനും അനുഭവിക്കാനും പറ്റും. ആ ഒരു ജേണിയാണ് എൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെള്ളം കിടക്കുന്നു, ഞാനങ്ങ് കാലെടുത്ത് വെച്ചപ്പോൾ സ്ലിപ്പ് ചെയ്ത് ഇവിടെ വീണെന്നിരിക്കട്ടെ. വീഴുന്നത് എൻ്റെ ബോഡിയാണല്ലോ. അപ്പോൾ എൻ്റെ ബോഡി ഇവിടെ വീണ് കഴിഞ്ഞാൽ സാറിന് എന്നെ ഒന്ന് തൂക്കിയെടുക്കാൻ പറ്റുമോ? ഞാൻ കൊളാപ്സായി വീണിരിക്കുക, ഇദ്ദേഹത്തിന് എന്നെ തൂക്കിയെടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? അത്രയും കായികക്ഷമത ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനില്ല. ഉണ്ടായിരുന്നോ? പണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ പ്രസൻ്റ്ലി അദ്ദേഹത്തിന് പറ്റത്തില്ല. പക്ഷെ അനീഷിന് പറ്റുമോ? അനീഷിന് ഒരു പക്ഷേ പറ്റും. എന്തുകൊണ്ടാണ്? അനീഷിൻ്റെ ശരീരത്തിന് അത്രയും കായികക്ഷമത ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ശരീരത്തിന് ശക്തിയുണ്ടോ? ഉണ്ട്. ഈ ശരീരത്തിൻ്റെ ശക്തി എനിക്ക് ആസ്വദിക്കാൻ പറ്റുമോ? പറ്റും. സോ ശരീരത്തിൻ്റെ ശക്തിയെയും ശരീരത്തിൻ്റെ എനർജിയെയും എനിക്ക് പല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. റൈറ്റ്? സെയിം വേ എൻ്റെ മനസ്സിൻ്റെ പവർ ഉള്ളത് കൊണ്ട് ശരീരത്തിൻ്റെ പവറാണോ മനസ്സിൻ്റെ പവറാണോ കൂടുതൽ? എങ്ങനെ അറിയാം?
ആ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഓക്കെ, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. സെയിം സംതിങ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ഞാൻ വീണു, അനീഷിന് എന്നെ പൊക്കാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന 5 പേര് വീണ് കഴിഞ്ഞാൽ ഒരേ സമയം പൊക്കാൻ പറ്റുമോ? അത് ശരീരത്തിൻ്റെ ഒരു പരിമിതിയല്ലേ. ഓക്കെ, ഇപ്പോൾ എത്ര പേരുണ്ടാവും ഇവിടെ? ഒരു 12-15 പേരുണ്ടാവും. ഇത്രയും പേരെ ഞാൻ സംസാരിച്ച് എൻഗേജ് ചെയ്ത് നിർത്തുന്നുണ്ടോ? ശരീരത്തിൽ പറ്റുമോ? ഇല്ല. അപ്പോൾ എനിക്ക് മൈൻഡിനകത്ത് ഇത്രയും ഒരു നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു പവർ എൻ്റെ മൈൻഡിനകത്ത് ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും പേരെ ഞാൻ എൻ്റെ സംസാരത്തിലൂടെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ മൈൻഡിനാണോ ശരീരത്തിനാണോ ശക്തി കൂടുതൽ? റൈറ്റ്. സോ ഇതുപോലെ മൈൻഡിനകത്ത് എനിക്ക് ആസ്വാദനമുണ്ട്, ശരീരത്തിനകത്ത് ആസ്വാദനം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ആസ്വാദനം എനിക്ക് എവിടെ ചെയ്യാൻ പറ്റും? സ്പിരിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യണം, അത് എക്സ്പീരിയൻസ് ചെയ്യണം. ആ രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ എന്നിലൂടെ എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യണം, എന്നാലേ പറ്റത്തുള്ളൂ. സോ ആ രീതിയിൽ എൻ്റെ സ്പിരിറ്റിനകത്തുള്ള പൊട്ടൻഷ്യലിനെ മനസ്സിലാക്കി ആ സ്പിരിറ്റ് പൊട്ടൻഷ്യലിനകത്ത് ഞാൻ കാര്യങ്ങളെ ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് സ്പിരിച്വാലിറ്റിയുടെ ആസ്വാദനം കൂടി വരും. ഓക്കെ, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ആർക്കാ? സ്പിരിച്വൽ പേഴ്സൺസിനാണ്. ഇദ്ദേഹം മരിച്ചിട്ട് 2000 വർഷമായി. ഹി വാസ് എ സ്പിരിച്വൽ പേഴ്സൺ. ഇന്ന് കൂടുന്നോ കുറയുന്നുണ്ടോ അനുയായികളുടെ എണ്ണം? സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞ കായികമായിട്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ലോട്ട് ഓഫ് ഫാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? ഗോഡ് ഓഫ് ക്രിക്കറ്റ് ആയിരുന്നു. ഇപ്പോൾ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? സച്ചിനോ? സച്ചിന് കുറയുമോ? എന്തുകൊണ്ടാ? ദെൻ ഹി വാസ് ആക്റ്റീവ്. ആ ഫാൻസ് ഉണ്ടായിരുന്നു. നൗ ഹി ഈസ് റിട്ടയർഡ് ആയില്ലേ? റിട്ടയർഡ് ആയപ്പോൾ ഇപ്പോൾ ആക്റ്റീവ് അല്ല. അതുകൊണ്ട് ഇപ്പോൾ ഫാൻസിൻ്റെ എണ്ണം കുറയാൻ തുടങ്ങി. ഇതിപ്പോൾ ഫുട്ബോൾ മാച്ച് നടക്കുക, മെസ്സിയുടെയും റൊണാൾഡോയുടെയൊക്കെ കട്ടൗട്ടുകൾ, ഹ്യൂജ് കട്ടൗട്ടുകൾ 2-4 ലക്ഷം രൂപ എടുത്തിട്ടല്ലേ. കുറച്ച് സമയം കഴിയുമ്പോൾ അവർ പോവും. ആര് പോയതുപോലെ? പെലെ പോയതുപോലെയോ പിന്നെ നമ്മളെ മറഡോണ പോയതുപോലെയൊക്കെ അവർ കളത്തിൽ നിന്ന് പോവും. പോയി കഴിയുമ്പോൾ ഫാൻസിൻ്റെ എണ്ണം പിന്നെ കട്ടൗട്ട് കാണുമോ? സോ ശാരീരിക ക്ഷമതയിലും മൈൻഡ് പവറിലും ഹീറോ ആയ വ്യക്തികളുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറയത്തേ ഉള്ളൂ. പക്ഷേ സ്പിരിച്വലി അപ്ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ അവരുടെ വേർപാട് കഴിഞ്ഞാൽ പോലും ഫോളോ ചെയ്യാൻ ജെനുവിനായിരിക്കണം. ജെനുവിനായിരിക്കണം. മരിച്ചുപോയ സായിബാബയ്ക്ക് ഇപ്പോൾ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു അല്ലേ? മുടിയൊക്കെ വളർത്തി. എന്തുകൊണ്ടാണ്? സോ ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യും. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റി എൻജോയ് ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ടായത്. സോ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ആ എനർജിയെ കണ്ടെത്താനും അതിനെ ആസ്വദിക്കുവാനും അതിൽ നിങ്ങൾക്ക് ജീവിക്കാനും കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ തേടി കുറച്ച് ആൾക്കാർ ഫോളോ ചെയ്യാൻ തുടങ്ങും.